Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. ഇന്ന് നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് സജസ്റ്റഡ് അബൌട്ട് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഫ്രേസ് ഇൻഡസ്ട്രിയൽ ഡിസീസ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന ഫ്രേസിനോടുള്ള റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നുള്ള വേർഡ് നമുക്ക് കൊട്ടേഷനിലാണ് തന്നിരിക്കുന്നത്. അപ്പം കൊട്ടേഷനിലാണ് ഇങ്ങനെ തരുന്നതിനെയാണ് നമ്മൾ സ്നീർ കോട്ട് അല്ലെങ്കിൽ സ്കെയർ കോട്ട് എന്ന് പറയുന്നത്. ഇതേപ്പറ്റി ഒരു വീഡിയോ ഞാൻ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അതൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപ്പറ്റി കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് ഇനി പാരഗ്രാഫിലോട്ട് പോകാം. ഫുട്ബോൾ, പെർട്ടിക്കുലർലി ദ ആക്ട് ഓഫ് ഹെഡിങ്, ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ഡാമേജ് ടു പ്ലെയേഴ്സ് ബ്രെയിൻ സിൻസ് 2014. ഇപ്പം 2014 മുതൽ എന്താണ് പ്ലെയേഴ്സിലുള്ള ബ്രെയിൻ ഡാമേജും ഈ ഹെഡിങ്ങും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് കരുതുന്നത്. ഹെഡിങ് എന്ന് വെച്ചാൽ നമ്മൾ തല വെച്ച് ബോൾ അടിക്കുന്നത്. അപ്പോൾ അതും ഹെഡിങ്ങും ഈ പ്ലെയേഴ്സിൻ്റെ ബ്രെയിനിലുള്ള ഡാമേജും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് 2014 മുതൽ നമ്മൾ കരുതുന്നത്. When a coroner attributed England striker Jeff Ashley's death to industrial disease from repeated heading. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കൊറോണർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഡൺ ദ പോസ്റ്റ്മോർട്ടം. അപ്പോൾ ഒരു when a coroner attributed the England striker Jeff Ashley's death to industrial disease. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജെഫ് ആസ്ലിയുടെ ഡെത്തിന് കാരണം ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണെന്നാണ് പറയുന്നത്. സ്റ്റഡീസ് ഫൗണ്ട് ദാറ്റ് ആസ്ലീസ് ബ്രെയിൻ ഷോഡ് സൈൻസ് ഓഫ് ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി. സ്റ്റഡീസ് എന്താണ് കണ്ടുപിടിച്ചത്? ആസ്ലിയുടെ ബ്രെയിനിൽ ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതിയുടെ സൈൻസ് ഉണ്ടെന്നും. ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി കഴിഞ്ഞിട്ട് കോമ ഇട്ടേക്കുന്നുണ്ടോ? അപ്പോൾ ഇനി അതെന്താണെന്നാണ് അവിടെ പറയുന്നത്. എ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് കോമൺലി സീൻ ഇൻ ബോക്സേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ് ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. സിൻസ് ദെൻ അതർ സ്റ്റഡീസ് ഹാവ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ കണക്ഷൻ വിത്ത് ഫുട്ബോൾ. അന്ന് മുതൽ വേറെ സ്റ്റഡീസും എന്താണ് ഈ ഹെഡിങ്ങും ഫുട്ബോളും തമ്മിലുള്ള കണക്ഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. And growing scientific consensus exists that heading increases the risk of dementia, says Gil Livingston, a professor of psychiatry of older people. അപ്പോൾ ആ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്താണ് കണ്ടുപിടിച്ചത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ എ ഗ്രോയിങ് സയൻറ്റിഫിക് കൺസെൻസസ് എക്സിസ്റ്റ് ഹെഡിങ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഡിമെൻഷ്യ. അതായത് ഹെഡിങ് നമ്മുടെ ഡിമെൻഷ്യയുടെ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എഗ്രി ചെയ്യുന്നൊരു കാര്യം. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എന്ന് എഗ്രി ചെയ്യുന്ന കാര്യം. അപ്പം ഗ്രോയിങ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പറയുന്നത് ഹെഡിങ്ങും റിസ്ക് ഓഫ് ഡിമെൻഷ്യ ഹെഡിങ് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഡിമെൻഷ്യ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ഹി അസ്യൂംസ് ഇറ്റ് ഈസ് കെയർഫുള്ളി കൺസിഡേർഡ് എക്സ്പ്ലനേഷൻ. അങ്ങനെ അവിടെ പറയുന്നുണ്ടോ? ഹി എന്ന് പറയുമ്പോൾ റൈറ്റർ അസ്യൂംസ്. ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ ഓപ്ഷനിൽ വരുന്ന റെഫറൻസ് വേർഡ് എവിടെയാണ് നമുക്ക് ഉണ്ടാവുക? നമ്മുടെ ക്വസ്റ്റ്യനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ വേർഡാണ്. അപ്പം അത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഏത് വേർഡാണ്? ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന വേർഡിനെയാണ് റെഫർ ചെയ്യുന്നത്. ഹി അസ്യൂംസ് ഇറ്റ് ഈസ് എ കെയർഫുള്ളി കൺസിഡേർഡ് എക്സ്പ്ലനേഷൻ. അപ്പം റൈറ്റർ അസ്യൂം ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറയുന്നത് ഒരു കെയർഫുള്ളി കൺസിഡേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെന്ന്. അങ്ങനെ അവിടെ പറയുന്നുണ്ടോ? ഇല്ല. ബി പറയുന്നത് എന്താണ്? ഹി ബിലീവ്സ് ഇറ്റ് ഷോസ് ദ കൊറോണർ വാസ് നോട്ട് തറോ ഇനഫ്. റൈറ്റർ ബിലീവ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസീസിൽ ഈ കൊറോണർ വാസ് നോട്ട് തറോ ഇനഫ്. അപ്പോൾ അതാണോ നമ്മുടെ ആൻസർ? അതുമല്ല. സി പറയുന്നത് എന്താണ്? ഹി ഡസൻ ഫീൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ്രോപ്രിയേറ്റ് ഇൻ ദിസ് കേസ്. യെസ്, അതാണ് നമ്മുടെ ആൻസർ.
റൈറ്റർ ഡസ് നോട്ട് ഫീൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ്രോപ്രിയേറ്റ് ഇൻ ദിസ് കേസ്. എന്തുകൊണ്ടാണ് ആ ഒരു ആൻസർ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബിക്കോസ് ആ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന് പറയുന്ന കാര്യം എന്താണ്, കൊട്ടേഷൻ മാർക്കിലാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഒരാൾ പറയുന്നത്, അതായത് ഇപ്പോൾ കൊറോണർ പറയുന്നത് ജെഫ് ആസ്ലിയുടെ ഡെത്തിന് കാരണം ഇൻഡസ്ട്രിയൽ ഡിസീസാണ് എന്ന് പറഞ്ഞിട്ട് ആ ഇൻഡസ്ട്രിയൽ ഡിസീസ് നമ്മൾ ആ ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് ഈ കൊറോണർ പറയുന്ന കാര്യവുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. അതിനോട് ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ആ ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് റൈറ്റർ പറയുവാണ് കൊറോണർ പറയുന്നത് എന്താണ്, ജെഫ് ആസ്ലിയുടെ ഡെത്തിന് കാരണം ഇൻഡസ്ട്രിയൽ ഡിസീസാണെന്ന്. അപ്പോൾ റൈറ്റർ അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന ഫ്രേസിനെ നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഡിസഗ്രിമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഐറണി അല്ലെങ്കിൽ സ്കെപ്റ്റിസിസത്തിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്നീർ കോട്ട് യൂസ് ചെയ്യുന്നത്. സ്നീർ കോട്ട് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ മാർക്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൈറ്റർ പറയുന്നു കൊറോണർ പറയുന്നത് ജെഫ് ആസ്ലിയുടെ ഡെത്തിന് കാരണം ഇൻഡസ്ട്രിയൽ ഡിസീസാണ്. അപ്പം റൈറ്റർക്ക് അതിനോടൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന ഫ്രേസ് നമ്മൾ കൊട്ടേഷൻ മാർക്കിലിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ സി ആയത്. ഹി ഡസൻറ്റ് ഫീൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ്രോപ്രിയേറ്റ് ഇൻ ദിസ് കേസ്. ഡി പറയുന്ന ഹി തിങ്സ് ഇറ്റ് എഫക്റ്റീവ്ലി ഹൈലൈറ്റ്സ് ദ സീരിയസ്നെസ് ഓഫ് ദ ഫൈൻഡിങ്സ്. റൈറ്റർ തിങ്സ് ഇൻഡസ്ട്രിയൽ ഡിസീസ് ഈസ് എഫക്റ്റീവ്ലി ഹൈലൈറ്റ്സ് ദ സീരിയസ്നെസ് ഓഫ് ദ ഫൈൻഡിങ്സ്. അങ്ങനെ അവിടെ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു ഓപ്ഷൻ സി ആവാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ റൈറ്റർ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, കൊറോണർ പറയുന്നു ജെഫ് ആസ്ലിയുടെ ഡെത്തിന് കാരണം ഇൻഡസ്ട്രിയൽ ഡിസീസാണെന്ന്. എന്നിട്ട് ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്ന ഫ്രേസ് ഒരു കൊട്ടേഷൻ മാർക്കിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനോടുള്ള ഒരു ഡിസഗ്രിമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ ഡിസീസ് എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിൽ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇടുന്നതിനെയാണ് നമ്മൾ സ്നീർ കോട്ട് അല്ലെങ്കിൽ സ്കെയർ കോട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ടൈമിനനുസരിച്ച് വേറെ വീഡിയോസ് ഇടുന്നതായിരിക്കും.